ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു കൂട്ടാനുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ പൂള, അതായത് കപ്പ, ഇന്നലെ പ്രമോദട്ടം സാധനം വാങ്ങിയപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ കുറേ ദിവസമായി പറയണു ഒരു കൂട്ടാൻ വെക്കണമെന്ന്. അങ്ങനെ പൂള കൊണ്ടുവന്നപ്പോൾ കറമൂസയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കറമൂസ എന്ന് പറഞ്ഞാൽ പപ്പായ കേട്ടോ. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, മരം നശിച്ചുപോയി. അപ്പോൾ ഞങ്ങളിവിടെ അവിടെ തറവാട്ടിൽ അവിടെ വല്യമ്മേൻ്റെ അടുത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് കേട്ടോ കർമൂസ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നു. അപ്പോൾ ചേമ്പ് രണ്ട് ചേമ്പിൻ്റെ തണ്ട്, ചേമ്പൊക്കെ എനിക്കിവിടെ ഉണ്ട്. ചേമ്പ് 2 എടുത്തു. പോന്നപ്പോൾ ഒരു ഓലയും കിട്ടി. ഓല പറഞ്ഞാൽ അമ്മായിമാരതാണ് കേട്ടോ. അതൊക്കെ പറമ്പൊക്കെ അമ്മായിമാരതാണ്. അവിടെ നിന്ന് ഒരു ഓല എടുത്തു. ഈ ഓല ഇതോടെ തൊട്ട് മേലുള്ള ഒരു ടീച്ചറുണ്ട് കേട്ടോ. ടീച്ചറെ തൊടിയിൽ നിന്നുള്ള ഓല കേട്ടോ. ഒക്കെ ഞാൻ രാവിലെ എടുത്ത് വെച്ചതാണ്. ഇന്നോ നാളൊക്കെ ആയിട്ട് കറഞ്ഞ് ഓല ചൂട്ടാക്കി വെക്കണം കേട്ടോ. എപ്പോഴൊന്നും വിചാരിച്ച പോലെ പണിയെടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഇവരൊക്കെ കൊണ്ട് ഓരോ സൗകര്യത്തിന്. പിന്നെ അജു ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വാശിയാണ്. ഞാൻ പറഞ്ഞില്ല, 2 ദിവസം മുന്നേ കരച്ചിലും ശ്വാസം പോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കരച്ചിലാണ് ആൾ. അങ്ങനെ ഞങ്ങൾ തേങ്ങ ഒക്കെ പൊളിച്ചു കേട്ടോ. തേങ്ങ പൊളിച്ചപ്പോൾ 2 ആളും എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു കേട്ടോ. തേങ്ങ പൊളിക്കുമ്പോൾ അതിൻ്റെ പൊടി വാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. കാരണം പാരൻ്റെ അടിയിലാണല്ലോ നിൽക്കണത് ഓന്. അപ്പോൾ പിന്നെ ഞാൻ ഓന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ടാട്ടം കൊടുക്കണില്ല കേട്ടോ. ഞാൻ തേങ്ങൻ്റെ ആ ചിരട്ടയിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു ആൾക്ക്. പിന്നെ തീ പിടിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് പുറത്തുനിന്ന് കേട്ടോ വെക്കണത്. ഇവിടെ പുറത്ത് വെക്കാനാട്ടോ സൗകര്യം. ഇപ്പോൾ ചൂടുമാണ്, പിന്നെ വിറകും കുറച്ച് മതി. ഉള്ളിലടുപ്പിൽ നല്ലോണം വിറക് വേണം കേട്ടോ. ഇവിടെ അങ്ങനെ ഓല ചാരിച്ചത് നല്ല വെയിലുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഓല ചാരിച്ചത്. അപ്പോൾ കുറച്ചൊരു തണലുണ്ടാവും. രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആയാൽ പിന്നെ വെയിലായി. ആദ്യമൊക്കെ ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ കഴിക്കൂലായിരുന്നു കേട്ടോ. ചെറുതായിരുന്നൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അന്നൊന്നും കഴിക്കാൻ. അന്നൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾക്കെല്ലാം അമ്മ എല്ലാ കൃഷികളും ഉണ്ടാക്കിയിരുന്നു അന്നൊക്കെ കേട്ടോ. അമ്മ ഉള്ള അന്നേ. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, കോട്ടേഴ്സിൽ ഞങ്ങൾ നിന്നു പറഞ്ഞില്ലേ, അവിടുത്തെ ആ പാപ്പനും ചെറിയമ്മൊക്കെ കേട്ടോ ഇതേപോലെയുള്ള കൂട്ടാനുകളൊക്കെ ഏറെ വെക്കും. അപ്പോൾ വെക്കുന്ന സമയത്തൊക്കെ ഒരുക്കി തരും. പിന്നെ അതേപോലെ ചേമ്പും പൂളൊക്കെ തരും. അങ്ങനെ ഓരോരുത്തു നിന്നാണ് ഞാനിങ്ങനെ ഈ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മളെ മരത്തുമ്മല ഉണ്ട് കേട്ടോ. ചീനമുളക് ഉണ്ടായിരുന്നു. അങ്ങനെ ചീനമുളകൊക്കെ പറിച്ചുകൊണ്ടുവന്നു. തേങ്ങയും ചീനമുളകും ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. തേങ്ങ കൂട്ടാനാകുമ്പോൾ നല്ലോണം അരച്ചിട്ട് വെക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്നെന്താ ചതച്ചിട്ട് വയ്ക്കുക എന്നുള്ള ഒരിതിൽ. അപ്പോൾ തേങ്ങ ഒക്കെ അങ്ങനെ അരക്കാൻ പോയി. അപ്പോഴൊക്കെ 2 ആളുണ്ട് കേട്ടോ ഇവിടെ താഴത്തിൻ്റെ അടുത്ത്. വലിയൊരു കുഴപ്പമില്ല. എല്ലാ പണിയും കൂടെ ഒരുമിച്ച് കഴിയില്ല. കുറച്ചൊന്നെടുത്ത് പിന്നെ കുറച്ച് ഓരോ നോക്കി അങ്ങനെയൊക്കെ കഴിയുള്ളൂ. തേങ്ങ അരച്ചിട്ട് കറിയല്ല കൂട്ടാൻ അത് കുറച്ച് ചുമന്ന മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ടു കേട്ടോ. വറുത്തു. ഞങ്ങൾ വറവിട്ടു എന്നാണ് പറയുക ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കൂട്ടാനൊക്കെ ആയി. ആദ്യം അജുവിനൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. അവനെ ഉറക്കി. പിന്നെ ആദ്യക്ക് ഞാൻ ചോറ് കൊടുത്തു. പിന്നെ ഞാനും ശ്രീതും ചോറ് ഉണ്ണാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടെ ഒക്കെ ചോറ് തിന്നു. ഇങ്ങനെയുള്ള ഈ കൂട്ടാനുകളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത്. ചക്ക കൂട്ടാൻ ഉണ്ടാക്കണത് അത് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. കൂടുതലിപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളോടാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇലക്കറികൾ, മീനും ഇറച്ചിയൊന്നും ആദ്യമേ വലിയ ഇഷ്ടമല്ല. മീനൊക്കെ ഉണ്ടെങ്കിൽ ആ പൊരിച്ചത് കഴിക്കുക. മീനുണ്ട് കേട്ടോ, ഇന്നലത്തെ മീൻ പൊരിച്ചതുണ്ട്. അതൊക്കെ കൂട്ടി ഞങ്ങൾ 2 ആളും കൂടെ അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.